ഇന്ന് ടാലി പ്രൈമിൽ എങ്ങനെയാണ് കമ്പനി സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്തും കമ്പനിയിലെ ഡാറ്റകളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ വർഷത്തേക്ക് ഉള്ളതാക്കിയിട്ട് മാറ്റും. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് ലെങ്തി ആയിട്ടായിരിക്കും ഡാറ്റകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റകളെല്ലാം മിസ്സായി പോകും. അപ്പോൾ എല്ലാറ്റിനെയും ഓരോ വർഷമായിട്ട് തിരിച്ചു വെച്ചെങ്കിൽ എന്നിട്ട് അത് പെൻഡ്രൈവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് ഡ്രൈവിലോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റകളൊന്നും ഡാമേജ് ആവാതെ നോക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് കമ്പനി സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ഓരോ വർഷം അവസാനിക്കുമ്പോഴും ആ വർഷത്തെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമ്മൾ പാസ് ചെയ്തിരിക്കണം. അതായത് സാലറിയുടെ പേയബിൾ എൻട്രി ഉണ്ടായിരിക്കും, റെന്റിന്റെ പേയബിൾ എൻട്രി ഉണ്ടായിരിക്കും, ടാക്സ് കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യുക എന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇയർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ അതിനെക്കുറിച്ചിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ GST എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് വിത്ത് GST എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യുക, ടെക്സ്റ്റൈൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, സ്കൂൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഞാൻ എല്ലാം പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, സാലറി എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പോൾ വീഡിയോയിലേക്ക് തിരിച്ചിട്ട് വരാം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഇയർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇയർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ മുകളിൽ ഗോ ടൂലേക്ക് പോയി അവിടെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ബാലൻസ് ഷീറ്റ് നമുക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. കാരണം ആ വർഷത്തെ റെന്റ് പേയബിൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സാലറി പേയബിൾ. കാരണം ഒരു മാസത്തെ എല്ലാം നമ്മൾ നെക്സ്റ്റ് മന്തിലാണ് കൊടുക്കുക. എല്ലാ മാസവും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ജനുവരി മാസത്തെ സാലറി ആയാലും റെന്റ് ആയാലും നമ്മൾ ഫെബ്രുവരിയിലാണ് കൊടുക്കുക. അതേപോലെ തന്നെ മാർച്ചില് നമ്മൾ എപ്പോഴുള്ള കൊടുക്കുള്ളൂ, ഏപ്രിലാണ് കൊടുക്കുള്ളൂ. അപ്പൊ മാർച്ചില് എക്സ്പെൻസും അതേപോലെ തന്നെ അസറ്റും ലയബിലിറ്റിയും ഒക്കെ എടുക്കുമ്പോൾ അതെല്ലാം അവിടെ കാണിച്ചിരിക്കണം. അപ്പൊ അതിനെല്ലാമാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പേ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടും ഡാറ്റ ബാക്കപ്പ് എടുത്തിരിക്കണം. അപ്പോൾ ബാക്കപ്പ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. എന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഡാറ്റകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ റീബാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കമ്പനിയുടെ അപ്പുറത്തെ ഇവിടെ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഓൾട്ട് വഴി അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ ബാക്കപ്പ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബാക്കപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കപ്പിന്റെ സ്ക്രീൻ ഇവിടെ വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാക്കപ്പ് എടുക്കേണ്ടത്. ബാക്കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. എവിടേക്കാണ് ബാക്കപ്പ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോൾഡറിന്റെ നെയിം ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ റൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും സ്പെസിഫൈ പാത്തും ഉണ്ട്, അതേപോലെ തന്നെ സെലക്ട് ഫ്രം ഡ്രൈവും ഉണ്ട്. ഒരു പർട്ടിക്കുലർ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെസിഫൈ പാത്തായിട്ട് കൊടുക്കാം. അല്ല ഡ്രൈവിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ഫ്രം ഡ്രൈവ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഞാനിപ്പോൾ ഇത് ബാക്കപ്പ് എടുത്ത് സൂക്ഷിക്കാൻ പോകുന്നത് ശ്യാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിലേക്കാണ് ഞാൻ ബാക്കപ്പ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു.
എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ചോദിക്കും ഏത് ഡാറ്റയുടെയാണ് ബാക്കപ്പ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കമ്പനികളുടെ പേരുകൾ ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ ABC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെയാണ് ഞാൻ ബാക്കപ്പ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ABC എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി ഏതെങ്കിലും കമ്പനി വേണോ ചോദിക്കും. വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇവിടെ ചോദിക്കും, ഇവിടെ എൻ്റർ അടിച്ചു. ഇപ്പോൾ ഡാറ്റ ബാക്കപ്പ് എടുത്തു കഴിഞ്ഞു. ഇനിയാണ് നമ്മളെ ഡാറ്റകളെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ മുകളിൽ Alt Yയിലേക്ക് തന്നെ പോയി ഡാറ്റ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ സ്പ്ലിറ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണിക്കും. വെരിഫൈ ഡാറ്റയുണ്ട്, അതേപോലെ തന്നെ സ്പ്ലിറ്റ് ഡാറ്റയുണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് ഡാറ്റയുടെ മുമ്പേ നമ്മൾ വെരിഫൈ ഡാറ്റ ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലെഡ്ജറിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ, ഗ്രൂപ്പ് കൊടുത്തത് കറക്റ്റ് ആയിട്ടുണ്ടോ, ഇങ്ങനെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് A to Z നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഡാറ്റകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു കറക്ഷനും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റകളും വെരിഫൈ ചെയ്തിട്ട് പോകണം. അപ്പോൾ അതിനാണ് ഈ വെരിഫൈ ഡാറ്റ എന്നുള്ളത് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇവിടെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ഡാറ്റ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ഡാറ്റ സെലക്ട് ചെയ്തിട്ടെടുത്തു. സ്പ്ലിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും കമ്പനി നെയിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കും സ്പ്ലിറ്റ് ഫ്രം എന്ന് മുതൽക്കാണ് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്തുമാണ് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇയർ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ 2022 ആണ്. അപ്പോൾ ഇവിടെ 1/4/2022 ഇവിടെ കൊടുത്തു. ഇത് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും കണ്ടിന്യൂ ടു സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് എൻ്റർ അടിക്കാം. ഒന്നും കൂടി നമുക്ക് എൻ്റർ അടിക്കാം. ഇപ്പോൾ കമ്പനി സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് മൊത്തമുള്ള കമ്പനി ഇപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ ABC സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഡാറ്റ പറയുന്നത് ഫസ്റ്റ് കമ്പനി പറയുന്നത് എന്താണ് 1 April 2021 ആണ്. അതേപോലെ തന്നെ അടുത്തത് പറയുന്നത് എന്താണ് 2022 ആണ്. അപ്പോൾ അതിലൂടെ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നോ വൗച്ചേഴ്സ് എൻറ്റേഡ്. കാരണം നമ്മളിപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഈ ഡാറ്റയിൽ നമ്മുടെ ഡാറ്റകളൊന്നും എൻ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നോ വൗച്ചേഴ്സ് എൻറ്റേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ABC സൂപ്പർ മാർക്കറ്റ് എന്നുള്ള കമ്പനിയിൽ എല്ലാം ഉണ്ടായിരിക്കും. കാരണം ഇത് മൊത്തത്തിലുള്ള ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയെ തന്നെയാണ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ 2022 എന്നുള്ള കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ABC സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഈ 2022 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കാണിക്കുക അതാണ് ABC സൂപ്പർ മാർക്കറ്റ് ഫ്രം 1 April 2022 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ നോ വൗച്ചേഴ്സ് എൻറ്റേഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഡാറ്റ എൻ്റർ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഒരു പേയ്മെൻറ്റിൻ്റെ എൻട്രിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ ഒരു എൻട്രി ചെയ്യാൻ പോകുന്നു. ഇവിടെ വെച്ചിട്ട് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെൻ്റ് എന്നുള്ളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. റെൻറ്റിൽ കൊടുത്തു. എൻ്റർ അടിച്ചു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇപ്പോൾ എമൗണ്ട് കൊടുത്തു. ഒരു 1500 എന്നുള്ളത് കൊടുത്തു. ഇത് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരും ഡേറ്റിൻ്റെ പ്രശ്നം ഇവിടെ വരും. ഡേറ്റ് കനോട്ട് ബി ബിലോ ദ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് അവിടെ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾക്ക് അതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ കിടക്കുന്നത് ഇപ്പോൾ ഇവിടെ 21 ആണ് കിടക്കുന്നത്. പക്ഷെ നമുക്കിനി 22-ക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 22-ക്കായി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം ഇവിടെ മാറ്റി കൊടുക്കണം. അപ്പോൾ ഓരോ വർഷവും ഇവിടെ നമ്മൾ മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു മേക്ക് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഡേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് Alt F2 പ്രസ് ചെയ്യുക. Alt F2. ഇപ്പോൾ ഇവിടെ 2 ഡേറ്റുകൾ വരും. ഇപ്പോൾ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? 1/4/2022 to 31/3/2023. ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിക്കുക. ഇപ്പോൾ ഇവിടെ ആ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രി ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ റെൻറ്റ് കൊടുക്കാം. റെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. 1500 കൊടുത്തു.
എൻ്റർ അടിച്ചു. ഇപ്പോൾ ഈ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ മുകളിൽ ഗോ ടൂല് പോയി അതിലെ ബാലൻസ് ഷീറ്റ് എടുത്തു, ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് എടുത്തു. അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ എല്ലാം റിപ്പീറ്റേഷൻ ഇവിടെ വരും. എല്ലാം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ഇനി ഇതിന്ന് അങ്ങോട്ടാണ് ഓരോ ബാലൻസുകളും വരിക. കാരണം കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണല്ലോ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറുക. അപ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാലും എല്ലാറ്റിൻ്റെയും ബാലൻസുകൾ ഇവിടെ കാണിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഡാറ്റകൾ നമ്മൾ ചെയ്തിട്ട് പോകുക. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും ചെയ്തിരിക്കണം. രണ്ടാമത്തേത് നമ്മൾ നിർബന്ധമായിട്ടും ബാക്കപ്പ് എടുത്തിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.